ദിയ എന്ന് പറയുന്ന ഈ പെണ്ണ് അവളെ കോളേജിലുള്ള രോഹിത് എന്ന് പറഞ്ഞ ഈ പയ്യനെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. അവന് കാണുമ്പോഴെല്ലാം അവനോട് പോയി മിണ്ടണമെന്ന് ദിയക്ക് ഉണ്ടെങ്കിലും രോഹിത്തിനെ കാണുമ്പോൾ തന്നെ അവൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് അവനോട് ഒട്ടും തന്നെ മിണ്ടാനും പറ്റിയിരുന്നില്ല. അപ്പൊ അവൾ കോളേജിലേക്ക് വരുന്നത് തന്നെ രോഹിത്തിനെ കാണാനായിട്ടായിരുന്നു. പഠന കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ രോഹിത്തിനെ തന്നെ നോക്കിയിരുന്നോണ്ട് തന്നെ അവളുടെ കയ്യിലുള്ള ടെസ്റ്റ് ട്യൂബ് വരെ പൊട്ടിപ്പോവാണ്. രോഹിത് ആണെന്ന് വെച്ചാൽ നന്നായിട്ട് ചിത്രം വരയ്ക്കായിരുന്നു. അങ്ങനെ അവൻ ചിത്രം വരച്ച് കോളേജ് ബോർഡിലെ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട ദിയക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാവരും രോഹിത്തിനെ കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടാ ദിയക്കും കുശുമ്പ് കയറിയോണ്ട് തന്നെ അവൾ ആ ഒരു ചിത്രം അവിടെ നിന്ന് അടിച്ചു മാറ്റി അവള് കൊണ്ടുപോവാണ്. പിറ്റേ ദിവസം രോഹിത്ത് വന്നാൽ നോക്കുമ്പോൾ അത് കാണാത്തതുകൊണ്ട് തന്നെ അവനൊരു കുട്ടിയുടെ ഫോട്ടോയും വരച്ച് നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നുണ്ട്. അതും ദിയ വന്ന് എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും രോഹിത്തിനോട് ഇഷ്ടമാണെന്ന് പറയണമെന്ന് ദിയ വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം കോളേജിൽ പോയി ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പോകുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ടാനായിട്ട് പോകുമ്പോഴേക്കും ദിയ പേടിയായോണ്ട് തന്നെ അവൾ അവിടെ നിന്ന് അവന്റെ മുഖത്ത് പോലും നോക്കാതെ മാറിപ്പോവാണ്. ഇപ്പൊ അവളുടെ കയ്യിലുള്ള ആ ഒരു പെയിന്റിങ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വീണ് കിട്ടിയതാണെന്ന് പറഞ്ഞ് രോഹിത്തിന്റെ കൈ കൊടുത്ത് അവനോട് സംസാരിക്കാമെന്ന് ദിയ വിചാരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെ അവൾ പിറ്റേ ദിവസം രോഹിത്തിനെ കാത്ത് കോളേജിൽ നിൽക്കുന്നുണ്ടെങ്കിലും രോഹിത് വരുന്നേ ഇല്ല. രോഹിത്തിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടിനോട് രോഹിത്തിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവനക്ക് കൊറിയയിലെ ഒരു ജോബ് ഓഫർ കിട്ടിയോണ്ട് തന്നെ അവൻ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്ത് കൊറിയയിലേക്ക് പോയി എന്ന് പറയാണ്. ഇത് കേട്ട് ദിയ ആകെ തളർന്നു പോകുന്നുണ്ട്. അവൾക്ക് ഒട്ടും തന്നെ അത് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ നാൾ കഴിയാണ്. ഒരു ദിവസം ലിഫ്റ്റിൽ വെച്ച് രോഹിത്തിനെ ദിയ അപ്രതീക്ഷിതമായിട്ട് കാണുന്നുണ്ട്. അവളും ഈ സമയമെങ്കിലും എങ്ങനെയെങ്കിലും മിണ്ടണമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവളുടെ ആ ഒരു ഫ്ലാറ്റിന്റെ അടുത്തെത്താണ്. അവളും വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാന്ന് വിചാരിക്കുമ്പോൾ രോഹിത് പിന്നീട് നിന്ന് വിളിച്ചിട്ട്, ഹലോ, നിങ്ങളുടെ പേര് ദിയ എന്നല്ലേ? നിങ്ങൾ ബാംഗ്ലൂർ കോളേജിലല്ല പഠിച്ചേർന്നേ? എന്റെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട ദിയ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം രോഹിത് ദിയനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവൾക്ക് അത്ഭുതമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് മനസ്സിലായത് അവര് അപ്പുറത്തുപ്പുറത്തുള്ള ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് ദിയാണെന്ന് വെച്ചാൽ രോഹിത് പുറത്തിറങ്ങുന്ന സമയം നോക്കി നിന്ന് അവന്റെ കൂടെ തന്നെ പുറത്തിറങ്ങി അവനോട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ കാലം പോകെ പോകെ അവര് നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറാണ്. ഒരു ദിവസം ബീച്ചിൽ വെച്ച് രോഹിത് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് ദിയ കാണാണ്. ഇത് കണ്ട ദിയക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് ഫ്ലാറ്റിൽ വന്ന അവള് രോഹിത് വരച്ച ആ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ അതെല്ലാം കീറിക്കളയാണ്. പെട്ടെന്ന് പുറത്തു പോയി നോക്കുമ്പോൾ അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോഴാന്ന് വെച്ചാൽ രോഹിത് വരച്ച പെയിന്റിംഗ് ആയിരുന്നു. ആ ഒരു ബുക്ക് ഫുള്ള് ദിയയുടെ ഫോട്ടോ അവൻ വരച്ചിട്ടുണ്ടായിരുന്നു. കോളേജ് ടൈമിൽ തന്നെ രോഹിത്തും ദിയനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനും ദിയനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹത്തിലാവാണ്. പക്ഷെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി അവർക്ക് ആക്സിഡന്റ് പറ്റാണ്. ദിയ രോഹിത്തിനെ കാണണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ആ ആക്സിഡന്റിൽ മരിച്ചുപോയി എന്ന് ദിയ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിയക്ക് ഇപ്പൊ ഒട്ടും തന്നെ സന്തോഷിക്കാനേ പറ്റുന്നില്ല. അവള് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. അവളുടെ ശരീരവും മനസ്സും അവള് തന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. രോഹിത്തിനെ മറക്കാനായിട്ട് അവൾക്ക് സാധിച്ചേർന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ അവള് റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അവൾക്ക് അവിടെ നിന്നിട്ട് പേടിയായോണ്ട് തന്നെ ട്രെയിൻ വരുന്ന സമയം അവൾ ആ ട്രാക്കിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ദിയ ഒരു പാർക്കിൽ നിൽക്കുമ്പോൾ അവളുടെ ബാഗ് ഒരു കള്ളം വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആദ്യം പറഞ്ഞ് ഈ പയ്യൻ വിളിച്ച് ദിയനോട്, നിന്റെ ബാഗ് എന്റെ കയ്യിലുണ്ട്, നിന്റെ അഡ്രസ്സ് പറഞ്ഞു തന്നാൽ ഞാനത് കൊണ്ടുതരാമെന്ന് പറയാണ്. പക്ഷെ ദിയ എനിക്ക് ആ ബാഗ് വേണ്ട എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. അതിനമ്മ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൻ എന്താഗ്രഹിച്ചാലും സർപ്രൈസ് ആയിട്ട് അമ്മ അത് വാങ്ങിക്കൊടുക്കുമായിരുന്നു. അമ്മയും മകനും തമ്മിൽ അത്രക്ക് നല്ല ബോണ്ടായിരുന്നു. ഒരു ദിവസം ആദ്യം അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയം അവിടെ വെച്ച് ദിയനെ കാണുന്നുണ്ട്. ദിയനോട്, നീയല്ല ദിയ, നിന്റെ ബാഗ് ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ആദ്യം അവിടെ നിന്ന് പോയതും ദിയ അവിടെ നിന്ന് പോവാണ്. അവൾക്ക് ആ ബാഗ് ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം സിനിമ തിയേറ്ററിൽ വെച്ച് ദിയ ആദ്യം കാണുമ്പോൾ, നിങ്ങൾക്ക് അന്ന് ഞാൻ ബാഗ് കൊണ്ടുവന്ന് തന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പോയി, ഇനി മുങ്ങാൻ ഞാൻ സമ്മതിക്കൂല, ബാഗ് ഞാൻ നിങ്ങൾക്ക് തന്നെ തരും, നിങ്ങൾ എന്റെ ഒപ്പം വായു, ഞാൻ ബാഗ് എടുത്ത് തരാന്ന് പറഞ്ഞ് ദിയെ കൂട്ടിക്കൊണ്ട് ആദ്യം അവിടെ നിന്ന് പോകുന്നുണ്ട്. ദിയ ഏത് സമയവും ഷോക്കായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെന്തിനാ അങ്ങനെ വിഷമിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവര് നല്ല ഫ്രണ്ട്സ് ആവാണ്. ദിയയുടെ ബർത്ത്ഡേ ആദ്യം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ആദ്യം ദിയനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ റിജക്ട് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഒരു ദിവസം ദിയ തിരിച്ച് നാട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ ആദ്യം അവളുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. ആദ്യയുടെ വീട്ടിൽ തന്നെ ദിയ ഇറങ്ങിയിട്ട് അവരങ്ങനെ ഭയങ്കര കമ്പനിയായി. ദിയക്കും ഇപ്പൊ സ്വപ്നം കാണുന്നതെല്ലാം ആദ്യമായിരുന്നു. രോഹിത്തിനെ അവൾ മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിയക്കും ആദ്യം ഇഷ്ടമാവാണ്. ദിയ ആദ്യനെ പ്രപ്പോസ് ചെയ്ത് അവര് രണ്ടുപേരും സെറ്റ് ആവുന്നുണ്ട്. പക്ഷെ തിരിച്ച് നാട്ടിലേക്ക് പോയ ദിയക്ക് അവളുടെ അച്ഛനൊരു വലിയ സർപ്രൈസ് കൊടുക്കാണ്. അതെന്താന്ന് വെച്ചാൽ മരിച്ചുപോയ രോഹിത് അവളുടെ കൺമുന്നിൽ വന്ന് നിൽക്കുക. ആക്ച്വലി അന്ന് ആക്സിഡന്റില് രോഹിത് മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ കോമ സ്റ്റേജിലേക്കായിരുന്നു പോയത്. രോഹിത് ചിലപ്പോൾ 3 മാസം കൊണ്ട് എണീക്കാം, അല്ലെങ്കിൽ 30 വർഷം എടുക്കാമെന്നെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകളെ വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ദിയയുടെ അച്ഛൻ അവൻ മരിച്ചുപോയി എന്നുള്ള നുണ പറഞ്ഞത്. ഇപ്പൊ രോഹിത് ജീവനോടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ട് ദിയ ആകെ അതിശയിച്ചു പോവാണ്. ചില മരിച്ചുപോയി എന്ന് എല്ലാവരും പറഞ്ഞ രോഹിത് അവളുടെ കൺമുന്നിൽ വന്ന് നിൽക്കാണ്. അവൻ കോമ സ്റ്റേജിലേക്കായിരുന്നു പോയത്, മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവൻ ടോട്ടലി ക്യൂർ ആയി അവളുടെ കൺമുന്നിൽ വന്ന് നിൽക്കാണ്. ഇപ്പൊ അവൾക്ക് ഇനി എങ്ങനെ ആദ്യം ഫേസ് ചെയ്യുന്നോ അവനോട് എന്ത് പറയുന്നോ അറിയില്ലായിരുന്നു. അങ്ങനെ ആദ്യം കോൾ ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ട് ദിയ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്.
ആദ്യം ദിയനോടും നീ രോഹിത്തിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറയാണ്. വീട്ടുകാരെല്ലാവരും ചേർന്ന് രോഹിത്തിന്റെയും ദിയയുടെയും കല്യാണം ഉറപ്പിക്കുന്നുണ്ട്. ദിയയുടെ അച്ഛൻ രോഹിത്ത് ഇല്ലാതെ ദിയ എത്ര കഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ കല്യാണത്തിന് ഒരു മുടക്കവും പറഞ്ഞില്ല. അപ്പൊ ആദ്യം ദിയയുടെ കല്യാണത്തിന് പോകാനായിട്ട് ഒരുങ്ങുമ്പോ അവന്റെ അമ്മ ഞാൻ ഇതുവരെ നീ ഇഷ്ടപ്പെട്ടതൊന്നും തരാതിരുന്നിട്ടില്ല, പക്ഷെ നിന്റെ ആഗ്രഹത്തിന് ഞാൻ ഇപ്പോ എതിര് പറയാണ്, നീ ദിയയുടെ അടുത്തേക്ക് പോകരുതെന്ന് പറയാണ്. പക്ഷെ അമ്മയുടെ വാക്ക് ആദ്യം ധിക്കരിച്ച് ദിയയുടെ കല്യാണത്തിന് പോവാണ്. ഇപ്പൊ അവൻ അകലെ നിന്ന് ദിയനെ കണ്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാന്ന് വെച്ചാല് ദിയയുടെ ഫ്രണ്ട് വന്ന് ആദ്യനെ ദിയയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രോഹിത്തിന്റെയും ആദ്യയുടെയും നടുവിലായിട്ട് നിന്ന് ദിയ ഫോട്ടോ എല്ലാം എടുക്കുന്നു. ആദ്യം കണ്ടതും ദിയക്ക് ഇപ്പോ ഒട്ടും തന്നെ കൺട്രോളേ കിട്ടുന്നില്ല. അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ ഭയങ്കര ഷോക്കായിട്ട് നിന്നിരുന്ന ദിയനെ നോക്കിക്കൊണ്ട് രോഹിത്ത് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് മറുപടി ഒന്നും പറയാതെ കരയുന്നത് കണ്ട രോഹിത്ത് നിനക്ക് എന്താണ് പറ്റിയതെന്ന് അവളെ മാറ്റി നിർത്തി ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം രോഹിത്തിനോട് ദിയ പറയുന്നുണ്ട്. ആ ഒരു സമയം രോഹിത്ത് പറയാണ് ഞാൻ ഇല്ലാത്ത സമയത്തും നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് അവനക്ക് കഴിഞ്ഞെങ്കിൽ ഞാനല്ല അവനാണ് നിന്നെ കല്യാണം കഴിക്കേണ്ടതെന്ന്. ഇപ്പൊ ദിയയുടെ കല്യാണം കൂടി ആദ്യം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാന്ന് വെച്ചാല് അവന്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ജീവിതം മടുത്തുപോയ ആദ്യം ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ദിയയും രോഹിത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം അന്വേഷിച്ച് അവന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവനെ അന്വേഷിച്ച് അവൻ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നത് കണ്ടു എന്ന് ആളുകൾ പറഞ്ഞതുകൊണ്ട് തന്നെ ദിയ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആദ്യം കണ്ടതും ദിയ ആദ്യം എന്ന് അവന്റെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. ആദ്യം തിരിഞ്ഞ് ദിയനെ നോക്കുന്നുണ്ട്. അവരുടെ കഴുത്തിൽ താലിയില്ലെന്ന് മനസ്സിലാക്കി ആദ്യം റെയിൽവേ ട്രാക്കിൽ നിന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു കറക്റ്റ് ടൈമിൽ ട്രെയിൻ വന്ന് അവനെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം ദിയയുടെ കൺമുന്നിൽ തന്നെ മരിച്ചു പോവാണ്. ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ ദിയനെ ആദ്യം കിട്ടണമെന്നാണോ രോഹിത്തിന് കിട്ടണമെന്നായിരുന്നോ നിങ്ങളുടെ ആഗ്രഹം ഒന്ന് കമന്റ് ചെയ്തേക്കണേ.